ഇന്ത്യയുടെയും അമേരിക്കയുടെയും ബഹിരാകാശ ഗവേഷണ സ്ഥാപനങ്ങൾ സംയുക്തമായി വികസിപ്പിച്ച ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായ നിസാർ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് വിക്ഷേപിക്കും. വൈകിട്ട് 5:40-നാണ് വിക്ഷേപണം. ഭൗമോപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ദൌത്യം. അഖില ജി മോഹൻ ചേരുന്നുണ്ട്. അഖില, എന്താണ് നിസാറിന്റെ ദൌത്യം? ഒപ്പം തന്നെ ഈ ISROയും നാസയും ചേർന്ന് പങ്കാളിത്ത ഉപഗ്രഹം എന്നുള്ള തരത്തിൽ എന്തുകൊണ്ട്? വിശദാംശങ്ങൾ. ധന്യ, ISROയും നാസയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ഇന്ന് വൈകിട്ട് 5:40-ന് ISROയുടെ GSLV F-16 റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തുന്നത്. 743 കിലോമീറ്റർ അകലെയുള്ള സൗര സ്ഥിര ഭ്രമണപഥത്തിലൂടെയാണ് നിസാർ ഭൂമിയെ ചുറ്റുക. 2400 കിലോഗ്രാം ഭാരമാണ് നിസാറിനുള്ളത്. ഇതിന്റെ ISROയുടെ വിക്ഷേപണ ചെലവ് ഏകദേശം 13,000 കോടിയിലധികം വരും. വിക്ഷേപിച്ചതിൽ, അതായത് ISRO വിക്ഷേപിച്ചതിൽ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന ഉപഗ്രഹം കൂടിയാണ് നിസാർ. ISROയുടെ S-ബാൻഡ് റഡാറും നാസയുടെ L-ബാൻഡ് റഡാറും ഉൾപ്പെടെ 2 SAR റഡാറുകളുള്ള ലോകത്തിലെ ആദ്യ ഭൗമ നിരീക്ഷണ ഉപഗ്രഹമാണ് നിസാർ എന്ന പ്രത്യേകതയും കൂടിയുണ്ട്. പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഏത് കാലാവസ്ഥയിലും ഭൂമിയിലെ ഓരോ ഇഞ്ചും അതിസൂക്ഷ്മമായി പകർത്താൻ നിസാറിന് കഴിയും. ഭൗമോ ഉപരിതലത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും സൂക്ഷ്മമായി നിരീക്ഷിച്ച് വിവരം കൈമാറുകയാണ് നിസാറിന്റെ പ്രധാന ലക്ഷ്യം. ശരി.